THSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള പുരസ്കാര സമർപ്പണവും PTA വാർഷിക പൊതുയോഗവും നടന്നു. കൊടുങ്ങല്ലൂർ ടെക്നിക്കൽ ഹൈസ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി കൊടുങ്ങല്ലൂർ നഗരസഭ വൈസ് ചെയർപേഴ്സൺ സുമിത നിസാഫ് ഉദ്ഘാടനം പുരസ്കാരങ്ങൾ വിതരണവും ചെയ്തു. ഇവിടെ ഇന്ന് ഓരോ കുട്ടികളും നല്ല വിജയത്തിന്റെ പടിയിലെത്തിയിരിക്കുന്നത് അവരുടെ ഓരോരുത്തരുടെയും കഷ്ടപ്പാടിന്റെ ഒരു ഫലം തന്നെയാണ്. അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച അധ്യാപകരും നമ്മുടെ രക്ഷകർത്താക്കൾക്കും ഞാൻ ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. ഇന്ന് ഇങ്ങനെ ഒരു വിജയം കൈവരിച്ച കുട്ടികൾ മുന്നോട്ട് തുടർന്നും നല്ല നിലയിൽ പഠിച്ച് ഉന്നതിയിലെത്തട്ടെ എന്ന് കൂടി ഞാൻ ആശംസിക്കുകയാണ്. ഈ പരിപാടിയുടെ ഔദ്യോഗികമായ ഉദ്ഘാടനം എല്ലാവരുടെയും അനുവാദത്തോടുകൂടി നിർവഹിച്ചിരിക്കുന്നു. നന്ദി, നമസ്കാരം. വാർഡ് കൗൺസിലർ അഞ്ജലി സുധീഷ് അധ്യക്ഷത വഹിച്ചു. കൊടുങ്ങല്ലൂർ സബ് ഇൻസ്പെക്ടർ അർഫാത്ത് ടി വിശിഷ്ടാതിഥിയായിരുന്നു. ഓപ്പറേഷൻ തൂഫാനുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ വാർത്തകൾ നിരന്തരം പത്രമാധ്യമങ്ങളിൽ കൂടി അറിഞ്ഞിരിക്കുമല്ലോ. അപ്പോൾ അതിൽ പ്രതികളായി വരുന്ന ആൾക്കാരൊക്കെ ഓൾമോസ്റ്റ് 17, 18, 19, 20 വയസ്സ് ആ കാറ്റഗറിയിൽ വരുന്ന കുട്ടികളാണ്. അപ്പം നിങ്ങളൊരു പുതിയ വിദ്യാഭ്യാസ ലോകത്തേക്ക്, പുതിയ വിദ്യാലയത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ അവിടെ നിങ്ങളെ കാത്തിരിക്കുന്ന ചതിക്കുഴികൾ, ഈ ഡ്രഗ്സ് മാഫിയയുടെ ചതിക്കുഴികൾ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി നല്ല സ്കൂളുണ്ട്, നല്ല ബെഞ്ചുണ്ട്, ഡെസ്ക് ഉണ്ട്. പക്ഷേ ഇതൊന്നും ഇല്ലാത്ത ഒരു സ്ഥാപനം നമ്മുടെ നാട്ടിലുണ്ട്, ബോസ്റ്റൺ സ്കൂൾ. കുട്ടിക്കുറ്റവാളികളെ പാർപ്പിക്കുന്ന ഒരു സ്കൂളാണ്. അപ്പം അതിലേക്ക് ഒരു കുട്ടികൾ പോലും എത്തിപ്പെടരുത് എന്ന ആഗ്രഹമാണ് ഒരു പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ സേനാംഗം എന്ന നിലയിൽ എനിക്ക് ആഗ്രഹമുള്ളത്. നിർഭാഗ്യവശാൽ പല കുട്ടിക്കുറ്റവാളികളെയും ചിലപ്പോൾ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം, മറ്റു പല കാര്യങ്ങൾ കൊണ്ടും ഈ ഡ്രഗ്സ് മാഫിയയുടെ ചതിക്കുഴികൾ വീണ് ആ ബോസ്റ്റൺ സ്കൂൾ എന്ന് പറയുന്ന കുട്ടിക്കുറ്റവാളികളെ പാർപ്പിക്കുന്ന സ്കൂളിലേക്ക് അയക്കേണ്ട വന്നിട്ടുണ്ട്. അതിൽ നിയമം അനുശാസിക്കുന്ന രീതിയിൽ ചെയ്യുമ്പോഴും മനസ്സിലൊരു വല്ലാത്ത വിഷമം ഉണ്ടാവാറുണ്ട്. ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ആൾക്കാരെ ആദ്യ തവണയൊക്കെ പിടിച്ചതിന് PTA വൈസ് പ്രസിഡന്റ് AP മനോജ് ആമുഖ പ്രഭാഷണം നടത്തി. അലുമിനി അസോസിയേഷൻ പ്രസിഡന്റ് S ശ്രീകുമാർ, മദർ PTA പ്രസിഡന്റ് ഹസീന റിയാസ്, എഞ്ചിനീയറിംഗ് ഇൻസ്ട്രക്ടർ KV ബാബു, വർക്ക്ഷോപ്പ് ഫോർമാൻ PV മാർട്ടിൻ, KS ബിന്ദു, NM അബ്ദുൾ ജബ്ബാർ, രാമൻ കളരിക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. THS സൂപ്രണ്ട് MA അസഫ് അലി സ്വാഗതവും സ്റ്റാഫ് ക്ലബ് സെക്രട്ടറി TT ജോബി നന്ദിയും പറഞ്ഞു. തുടർന്ന് PTA വാർഷിക പൊതുയോഗവും നടന്നു.